ത്രീ ഫൈറ്റേഴ്സ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിപ്പിക്കൂൺ കിട്ടിയിട്ടുണ്ട്. ഈ ചിപ്പിക്കൂൺ വെച്ച് നമുക്ക് ഒരു അടിപൊളി കൂൺ മസാല തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്നും നമ്മൾ അരിഞ്ഞൊന്നും എടുത്തിട്ടില്ല. ഇത് കുറച്ച് നേരം ഇത്തിരി മഞ്ഞപ്പൊടിയിലിടാം. മഞ്ഞപ്പൊടിയിലിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഒരു 2-3 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂണിനകത്തിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിടാം. കാരണം കൂണ് എല്ലാം തന്നെ ഇത്തിരി വിഷാംശമൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ 10 മിനിറ്റ് നമുക്ക് ഇത് വെള്ളം ഒഴിച്ചിടാം. കൂൺ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന് പകരം ഞാനൊരു ഉണ്ടമുളകാണ് എടുത്തേക്കുന്നത്, സവാള, കുറച്ച് ചെറിയുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്കിതിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ കൂണിന് ആവശ്യമായ ചെറിയുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, മുളക് എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഒരു ചീഞ്ചട്ടി, ഞങ്ങൾ ഇതിനകത്താണ്, ഇതിന് നല്ല കട്ടിയുള്ള പാത്രം, ഇതിനകത്താണ് കൂടുതൽ കറികൾ ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് കരിവേപ്പിലയും മുളകും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉള്ള ഉള്ളികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഉള്ളി നന്നായിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തു. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്തി വെച്ചേക്കണേ കേട്ടോ. അണ്ടിപ്പരിപ്പ്, ഒരു തക്കാളിയും കൂടി നമുക്കിത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഇത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇതേ കൂണൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കൂണ് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന്, കൂണിന് നല്ല വേവാണ് കേട്ടോ, ശരിക്കും വേവിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഛർദിയൊക്കെ പിടിക്കും. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. കൂൺ മസാല റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തു. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൂൺ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, ചോറിനൊക്കെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് അടിക്കണം. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.